ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നട്ട നമ്മുടെ പ്ലാവേന്ന് നിന്ന് ചക്ക പറിക്കാൻ പോവാണ്. അപ്പോൾ ചക്കയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. തീരെ ഒരു കുഞ്ഞു പ്ലാവാണ്, അടിയിലാണ് കായ്ച്ച് കിടക്കുന്നത്. ഒന്ന് പറിച്ച് നോക്കിയാൽ അറിയാം വല്ല അതിനകത്ത് വല്ല ചുളയൊക്കെ ഉണ്ടോയെന്നൊക്കെ. മൂത്താണോ? അപ്പോൾ അമ്മച്ചി അടി വെയിലത്തൊന്ന് മാറിയിരിക്കുക, അങ്ങോട്ട് മാറിയിരിക്കുക. അങ്ങനെ അമ്മച്ചിയുടെ പ്ലാവേന്ന് ചക്കയൊക്കെ പറിച്ചെടുത്തു. അമ്മച്ചി തന്നെത്താനെ നട്ടുവെച്ച വെള്ളവും വളമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്ന പ്ലാവാണ്. കണ്ട, എല്ലാം മൂത്തു. ഇനി അത് കിടന്ന അത് പഴമായി പോയിന്. മറ്റേത് ഇപ്പൊ എത്ര നാളായി ഈ പ്ലാവ് നട്ടിട്ട്? നമ്മള് ഇപ്പൊ 1.5 കൊല്ലം. ആണോ? 6 മാസം കൂടെ ആകുമ്പോ 2 വർഷം. നേരം ഇത്രയും ചക്കയല്ലേ? വലിയ ചോള ഇല്ലല്ലേ? പ്ലാവേല ആദ്യം കിട്ടിയ ഒരു ചക്കയാ. അങ്ങനാ? എനിക്കിരിക്കാൻ 2 കസാര ഉണ്ടെന്ന് ഞാൻ പറയും. നാരങ്ങ ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം എടുത്തോണ്ട് വരായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, ഞാനിപ്പോ പറയുവാണ്, എനിക്കിരിക്കാൻ ഇടയില്ലെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്കിരിക്കാൻ ഒരു കസാര ഉണ്ടെന്ന്. എന്താ ഇന്നലെ നമുക്ക് ചെടിക്കൊക്കെ വീഴുന്ന പോലെ മഴ പെയ്ത് കിട്ടിയില്ലേ? ഇന്നലെ നല്ലൊരു മഴയൊക്കെ നമുക്ക് കിട്ടിയല്ലേ? ഭയങ്കര വെയിലാ ഇപ്പം ഈ സമയത്ത്. ഞാൻ അരിയിട്ട് ഉണ്ടാക്കിയ ഒരു ജമന്തിപ്പൂവാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ് ജമന്തിപ്പൂ. ഇത് കണ്ടോ, മണ്ടാണെന്നാ തോന്നുന്നത്, വന്നിരിപ്പുണ്ട്. ഇവിടെ ഒരു കറിവേപ്പാണ്. ഇതിൽ നിന്നാണ് നമ്മളെല്ലാ കറിയും ചേർക്കാൻ കറിവേപ്പൊക്കെ എടുക്കണത്. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് പക്ഷെ പോയേ. അപ്പോൾ ഇന്ന് ചക്കയ്ക്ക് നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ഉപ്പുമീൻ ആയതുകൊണ്ട് ഇതാ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോഴത്തേനും നന്നായിട്ട് ഉപ്പൊക്കെ പോയി കിട്ടും. പോവല്ലേ? കുരു ഇട്ടായിരുന്നു അതിനകത്ത്? കുരു ഒന്നും ഇട്ടില്ല. വെള്ളം ഇനി വേണോ? നല്ലപോലെ ഉപ്പ് പോയിട്ടുണ്ട് മീൻ, അല്ലെങ്കിൽ പറഞ്ഞു പോരുകയില്ല. മുളക് പൊടി ഇങ്ങനെയൊന്ന് ചക്കയൊക്കെ വേവിച്ചു, നല്ല കഴിച്ചു നോക്കട്ടെ. അപ്പം നല്ല ചക്കപ്പുഴുക്കാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.